ആത്മീയകാരുടെ ജ്ഞാനം ഞങ്ങളല്ല, ദേവിയാണ്. ഞങ്ങളല്ല പറഞ്ഞത്. അതിന് ചേച്ചിന്റെ കരയാണ്. നിങ്ങളാണ് ചെയ്യണത്. കരയല്ലേ ചേച്ചിയെ, കരയല്ലേ. കുറച്ച് മുന്നിലേക്ക് വരും. ഇത് ഒരു കണ്ടന്റും ഇല്ലാതെ എടുത്ത് എന്റെ പൊന്നെ. അപ്പൊ ഇതിനെ ഒരു കണ്ടന്റും ഇല്ലാതെ എടുത്തതാ, അല്ലാതെ ഇവിടെ ആരെയും ഒന്നും ട്രോളി എടുത്തതൊന്നുമില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നു. ആരെയും കളിയാക്കിയോ പരിഹസിക്കുകയോ അപമാനപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അതിൽ ഞാൻ പറയുന്നതൊക്കെ എൻ്റേതായിട്ടുള്ള ശൈലി, സ്വതസിദ്ധമായ ആ രീതിയിൽ മാത്രം എടുത്തതാ, അല്ലാതെ ഇതിലെങ്ങും വേറെ ഒന്നും കുത്തിക്കയറ്റിയതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. കാരണം അവിടെ അപ്പോഴുണ്ടായിരുന്നത് ആരൊക്കെയാണോ അവർക്കറിയാത്. ഇനി എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ ദേഹപരമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, ഞാൻ ദേവിയാണ്. എന്റെ പൊന്നു മോനെ, മോന്റെ മുഖം ഒന്ന് നോക്കട്ടെ. അതെന്നെ കേട്ടില്ല കുട്ടി, കാണാനും പറ്റുന്നില്ല, കേൾക്കുന്നില്ല. മോന്റെ മൊബൈലിനകത്തുള്ള പ്രകാശം അതായത് ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനീ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടുന്നതല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ല, അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? എന്റെ സംശയം അതാണ്. സോഷ്യൽ മീഡിയയിൽ മോനെ, അത് തന്നെ അവരുടെ സംശയങ്ങൾ അവര് വന്ന് ചോദിക്കും. അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കാണ്. അപ്പം വിശ്വാസമല്ല, അതാണ് സത്യം. വിശ്വാസമില്ല, അതാ മോന്റെ കുഴപ്പം. ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് എന്ത് ദൈവങ്ങളാണ്, ഇവര് വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ? കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ പഠിക്കാനല്ല, കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ എന്തിനാ ദൈവത്തെ കണ്ടു പഠിക്കുന്നത്? കുട്ടികൾ പിന്നെന്താ നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത് ഞാൻ ചോദിച്ചത്. ദൈവങ്ങൾ എന്തിനാ തെറി വിളിക്കുന്നു? ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കണം. എന്റെ പൊന്നു കുഞ്ഞെ, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു സംഭവമാണല്ലോ അല്ലേ? അത് മോൻ സൃഷ്ടിച്ചതാണ്. എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതെ ദേവിയാണ്. അതെ, ഞാൻ ദേവിയാണ്. അതാ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ് കുട്ടി. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവില്ല. മോനാവില്ല, വേണ്ട, എനിക്ക് എല്ലാവർക്കും അതുപോലെയാണോ? എല്ലാവർക്കും ഒരുപോലെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഈ സംഭവം? അല്ല, ആ കുട്ടി പറയട്ടെ. ഞാൻ എന്റെ കാര്യം പറയണേ. വളരെ രസകരമാ, നന്നായിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തേരെ. എന്റെ പൊന്നു കുഞ്ഞ്, ഇതേ മോനെ മനസ്സിലാവുന്നുണ്ടോ? ആ, കാര്യം പറയണം അല്ലേ? സംശയം. ഓം നമ ശിവായ 75588759593 ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്തെങ്കിലും ചെയ്യും. മോനെന്തിന് പൈസ? അല്ല, ഇന്ന് വളരെ രസകര. മോൻ എന്തിനാണ് കാശ്? അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവര് പൈസ ഉണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അതാണ് അവന്റെ ചോദ്യം. അതാണ് പൈസ ആത്മീയ ജീവിതം നയിക്കുന്നവര് എന്താണ് പ്രകോപിക്കപ്പെടാറില്ല. നന്നായിട്ടുണ്ട്. നമുക്കിത് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ ചർച്ചകൾക്ക് പോകാം. ആത്മീയ ജീവിതം അങ്ങനെ ദേവിയെങ്കിൽ ദേവി പറയുന്നത് അങ്ങനെ കാര്യം ചെയ്യുമോ? തിയേറ്ററിന് പുറത്തു പോയിട്ട് ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അല്ല, ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞ് മോനെ, എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. വല്ല പഞ്ചസാരയോ അരിയോ ഉപ്പും മുളകും ഒക്കെ. എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി? മോൻ ദൈവത്തിന്റെ കാര്യം പറയുന്നേ. ഞാൻ ഗുരു നാഗദിവ്യ സൈരന്ത്രി ദേവിയുടെ കാര്യം പറയുന്നത്. മോൻ ദൈവത്തോട് ചോദിക്കൂ മോന്റെ ചോദ്യങ്ങള്. ഞാൻ എന്റെ വസ്ത്രങ്ങൾ, മോൻ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിനോടാ. അതെ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഞാൻ അടിവസ്ത്രം വാങ്ങിക്കോളാം. അപ്പോൾ ബാക്കിയുള്ളവരും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് പണിയാണ് എനിക്ക് തോന്നുന്നില്ല മോനെ. ഇതെന്റെ തൊഴിലാണ്, എന്റെ തൊഴിലാണ് കുട്ടി. ദൈവത്തിന്റെ പേര് പറഞ്ഞ പൈസ ഗൂഗിൾ പേ പറയാ. ഇത് അല്ല, ഇതെന്റെ തൊഴിലാണ്. മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയല്ല മോനും ചെയ്യുന്നത്. അല്ല, ഇത് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനും അതിന്റെ അത്രേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. അയാൾ അങ്ങനെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലല്ലോ. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവരിങ്ങനെ ക്രിയേറ്റ് എന്താണ് മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ വയറ്റിപ്പിഴപ്പ്, എല്ലാവരുടെയും വയറ്റിപ്പിഴപ്പ്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം നിർത്താം. സിനിമയെ പറ്റി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. വെളിയിൽ വന്ന് സംസാരിക്കാം. ഇത് ഷോയുടെ ടൈമൊക്കെ കഴിഞ്ഞു. നമുക്ക് മലയാള സിനിമയില് ഹിറ്റ് സിനിമയില് ദേവിയുടെ ഡയലോഗ് ഉണ്ട്. അത് കേട്ടിരുന്നോ? ദേവിയുടെ ഡയലോഗ് സിനിമയിൽ എടുത്തു. അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവർ എന്തുകൊണ്ട് തെറി വിളിക്കുന്നതാണ് പോയിന്റ് ചോദിച്ചത്. ഒരിക്കലും ആത്മീയത എന്റെ ചേച്ചി, നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന, നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ഭാഷകളാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഭാഷകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആത്മീയത ജ്ഞാനം ഞങ്ങളല്ല, ദേവിയാണ് ഞങ്ങളല്ല പറഞ്ഞത്. അയ്യോ, അതിന് ചേച്ചി എന്തിനാ കരയണ്? ചേച്ചി പറയട്ടെ, ദേവി പറയട്ടെ. ചേച്ചീനെ അവരെ ഏൽപ്പിച്ചോ പറയാൻ? ചേച്ചിയോട് ചോദിക്കുമ്പോ പറയാം.
സമൂഹത്തെ mislead ചെയ്യുമ്പോൾ വീണ്ടും mislead ചെയ്യപ്പെടുകയാണ്. നിങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ എനിക്കറിഞ്ഞ തിരിച്ചറിവ് അവരെ എന്റെ മുന്നിൽ നിർത്തി. ഗുരുവായിട്ടല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിന്റെ തിരിച്ചറിവുകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അധികാരത്തിന് സമൂഹത്തിന് മുന്നോടിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതൊരു ദേവിയായിട്ട് ഇവര് പറഞ്ഞിട്ടില്ല. ഇവര് നിങ്ങളാണ് ദേവിയാക്കുന്നത്. അല്ല ഒരു മിനിറ്റ് ഇപ്പൊ നിങ്ങളും എന്നെ ഒരു ദേവിയാക്കും. ഞാൻ സംസാരിക്കട്ടെ. ചേച്ചി ചേച്ചി ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ്. സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീ പ്രതികരിച്ചപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ദുഃഖത്തിന്റെ പേരെയാണ് അവരെനിക്ക് ഞാനൊന്ന് പോയാൽ സംസാരിക്കട്ടെ. ഇവരെ ഒരു സന്യാസിനിയായിട്ടല്ല. ചേച്ചി ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാനൊന്ന് സംസാരിക്കട്ടെ. നാളെ ഇതിന് വന്നാലും ചേച്ചി ഒരൊറ്റ പോയിന്റ് ഒരൊറ്റ പോയിന്റ്. നിങ്ങൾ എന്തിനാ റീച്ച് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനോട് നിങ്ങൾ വന്ന്? അവര് സന്യാസിനി അല്ലടോ. അവരൊരു സന്യാസിനിയായിട്ടാണോ നിങ്ങൾ കണ്ടത്? ആൾക്കാരും ഞാനടക്കമുള്ളവർ വന്ന് സംസാരിക്കുന്നത് സംസാരിക്കാം. ഊള സംസാരമാണ്. അപ്പൊ അവര് കണ്ടിരിക്കുന്നത് ഊളയാണെന്ന്. ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ റീച്ചായി കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഇതെന്ന ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിന് ഈ സിനിമ ഇവിടെ കാണിച്ചു? ഇത് ഈ കുട്ടികളുടെ അവകാശമാണ്. ഇത് ഈ സോഷ്യൽ മീഡിയ യുഗമാണ്. അല്ല തെറി പറയണ സിനിമ ഇറക്കണല്ല. അല്ല ഒരു മിനിറ്റ്. തെറി പറയുന്ന നായക പരിവേഷമുള്ള എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന പ്രശ്നം ഇതിൽ സ്ത്രീ തെറി പറഞ്ഞു എന്നുള്ളതാണ്. അല്ല 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 ഒരിക്കലും ഒരു സാധാരണ അംഗീകരിക്കാൻ പറ്റാത്തത്. സ്ത്രീ തെറി പറയാൻ പാടില്ല. സ്ത്രീ ഒന്നും സംസാരിക്കാൻ പാടില്ല. സോറി എനിക്ക് അവരൊരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു പരിവേഷത്തിലോ അല്ല വന്നിരിക്കുന്നത്. ഇവര് പറയാം വീഡിയോ പിടിക്കരുത്, പിന്നെ മൊബൈൽ എടുക്കരുത്. പിന്നെ എന്തിനാ ഇത് തിയേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്? ഇതെന്തിനാ പിന്നെ തിയേറ്റർ ആയി വെച്ചിരിക്കുന്നത്? ഇതിങ്ങനെ ഉണ്ടാവും. ഒരു പ്രോമോ വരുമ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. എന്നാ പിന്നെ ഇയാളെ കൂടുതലാണ്. ഇയാളെ കൂടുതല എല്ലാരും ഏറിപ്പോയി. എനിക്ക് വയ്യ. Yeah.